ഹലോ, ഇന്ന് കുറച്ച് അരിപ്പപ്പടം ഉണ്ടാക്കിയാലോ. ഇന്ന് നല്ല വെയിൽ കണ്ടപ്പോൾ ഇത് ഉണ്ടാക്കിയേക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഞാനിതാ ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പച്ചരി എടുത്ത ഒരു ഗ്ലാസ് കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് നല്ല രീതിക്ക് ഞാൻ കഴുകി വൃത്തിയാക്കി കുതിർക്കാൻ വെച്ചിട്ട് ഇതുപോലെ ജാറിനകത്ത് ഇട്ടിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിങ്ങനെ അരച്ചെടുക്കുക. ഒരുപാട് ലൂസാക്കി അരയ്ക്കരുത്, ഒരുപാട് കട്ടിയാക്കി അരയ്ക്കരുത്. ഇതാ ഈ ഒരു പാകത്തിന് അരയ്ക്കുക. ഇനി എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഇതിനകത്തേക്ക് ഇച്ചിരി അളവെടുത്തുകൊണ്ട് ഞാനിതാ 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ച് ഇതിനകത്തേക്ക് ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എടുക്കുന്ന മാവിനനുസരിച്ച് നിങ്ങൾക്ക് എരിവ് എത്ര വേണം അതിനനുസരിച്ച് നിങ്ങൾക്ക് മുളകൊക്കെ എടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ നല്ല രീതിക്ക് വറുത്തായപ്പോൾ ഞാനത് പൊടിച്ചതാ 1 സ്പൂൺ കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് നമ്മുടെ ചെറിയ ജീരകം അതും കൂടി ഇട്ട് കുറച്ച് ഉപ്പും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല രീതിക്ക് മിക്സ് ആക്കി എടുക്കാം. പിന്നെ ജീരകവും വറ്റൽമുളകും അതിട്ടിട്ട് ഒന്നൊന്നുമില്ല, നിങ്ങൾക്ക് മറ്റേ അലമാതകോ അങ്ങനെ നിങ്ങൾക്ക് ഏത് ഫ്ലേവർ ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ ആ ഒരു ഫ്ലേവർ നിങ്ങൾക്ക് ഉണ്ടാക്കാം. മുളക് മാത്രം മതിയെങ്കിൽ അത് മതി. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഇനി നമ്മൾ അതിനകത്തേക്ക് 1 സ്പൂൺ മൈദപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ല രീതിക്ക് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. മൈദപ്പൊടിയും കൂടി 1 സ്പൂൺ ഇട്ടാൽ മതി. അതും കൂടി ഇട്ടാൽ ഈ പപ്പടം നല്ല പെർഫെക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം കിട്ടുള്ളൂ നമുക്ക്. അങ്ങനെ ആ പൊടിയും കൂടി ഇട്ടിട്ട് ഞാൻ എന്താ ഇളക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് കളറിന് വേണ്ടിയിട്ട് വേറെ അപ്പം കുറച്ചാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ തൂത്ത് കൊടുത്തിട്ട് കുറച്ചളവിൽ കേട്ടോ, വളരെ കട്ടി കുറച്ച് നമ്മൾ ഇതാക്കി എടുക്കണം. അപ്പോൾ കുറച്ചളവിലെടുത്ത് ഞാൻ ഇതുപോലെ വട്ടത്തിൽ ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇഡ്ഡലി പാത്രം ഞാൻ ആവി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ഈ പാത്രം ഇറക്കി കൊടുത്തിട്ട് മൂടി വെക്കണം. ഒരു മിനിറ്റൊക്കെ ധാരാളം കേട്ടോ. അതിനുള്ളത് റെഡിയാക്കിയിട്ട് അതിന് 1 മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ തുറന്ന് നോക്കിയപ്പോൾ പറഞ്ഞു കിട്ടും കേട്ടോ. നമുക്ക് അതിനകത്ത് ഇച്ചിരി എണ്ണയും കൂടി തൂത്ത് കൊടുത്താൽ നല്ല രീതിക്ക് പറഞ്ഞു കിട്ടും. അങ്ങനെ നമ്മുടെ പപ്പടമൊക്കെ പറഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിനകത്തോട് ഞാൻ വലിയ അടപ്പുകളുണ്ടായിരുന്നു, എന്നിട്ട് കുറച്ച് അരിപ്പൊടിയും കൂടി തൂവിയിട്ട് അതിന് മേളിൽ വെച്ച് കൊടുത്തേ കേട്ടോ. ഇച്ചിരി മാവ് എടുത്തിട്ടുള്ളത് നമുക്ക് ഒരുപാട് പപ്പടം കിട്ടിയിട്ടുണ്ട്. നല്ല വെയിലുള്ളതുകൊണ്ട് ഞാൻ എല്ലാം വെയിലത്ത് വെച്ച് ഉണക്കുന്നുണ്ട്. ഇനി എൻ്റെ കൊച്ചു അംഗൻവാടി വിട്ട് വന്നപ്പോഴേക്ക് തന്നെ പപ്പടം ഞാൻ തിന്നോട്ടെന്ന് പറഞ്ഞോളൂ. നല്ല രീതിക്ക് ഉണങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കുണ്ട് ഒരു പാത്രത്തിനകത്തോട്ട് എണ്ണ ഒഴിച്ച് ചൂടാക്കിയ ശേഷം ഈ പപ്പടം എടുത്തിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ പപ്പടം എടുത്ത് അതിലൊരു അവനും കയ്യിട്ട് കൊടുക്കില്ല, അതിൻ്റെ അവനും പപ്പടം പൊട്ടിച്ച് കളയുക. അപ്പോൾ ഇന്നത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു.